Dear students, welcome to another online class. This is our 19th online class. Today we are discussing about GST, Goods and Services Tax. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 19ാമത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് GSTയെ കുറിച്ചാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് നികുതി. നികുതികൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്നിവ പ്രത്യക്ഷ നികുതിക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ്. അതേസമയം GST എന്നുള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. മാർച്ച് 29, 2017 സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെ ഏകീകരിക്കാനും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ സർക്കാർ ചരക്ക് സേവന നികുതി അതായത് GST പ്രഖ്യാപിച്ചു. മറ്റെല്ലാ നികുതികളും ഉൾക്കൊള്ളുന്ന പരോക്ഷ നികുതിയാണ് GST. ഈ നിയമം ജൂലൈ 1, 2017 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷം GST നിലവിലുണ്ടായിരുന്ന എല്ലാ നികുതികളും മാറ്റിസ്ഥാപിച്ചു. വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും ചുമത്തപ്പെടുന്ന ഒരു സമഗ്ര നികുതിയാണ് GST. എന്താണ് GST? GST is a destination-based tax on consumption of goods and services. GST is a destination-based tax on consumption of goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതിയാണ് GST. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതിയാണ് GST. ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഭോഗ സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്ന നികുതി അധികാരികൾക്കാണ് നികുതി ലഭിക്കേണ്ടത് എന്നതാണ്. ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഭോഗ സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്ന നികുതി അധികാരികൾക്കാണ് നികുതി ലഭിക്കേണ്ടത് എന്നാണ്. ഈ ഉപഭോഗ സ്ഥലത്തെ വിതരണ സ്ഥലം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഒരു പൊതുനികുതി നിരക്കിനെ അടിസ്ഥാനമാക്കി കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരേ സമയത്ത് ചുമത്തുന്ന ഒരു ഇരട്ട ഘടനയാണ് GSTക്ക് ഉള്ളത്. GSTയിൽ പ്രധാനമായും 3 ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. GST consists of main 3 components. They are first one CGST, next SGST, third IGST. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ 3 ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. CGST, SGST, IGST. ഇതിൽ ഓരോന്നും നമ്മൾക്ക് വിശദമായി നോക്കാം. CGST means Central Goods and Services Tax. It means Central Goods and Services Tax. ഇത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ സൂചിപ്പിക്കുന്നു. ഇത് കേന്ദ്ര ചരക്ക് സേവന നികുതി എന്നതിനെ സൂചിപ്പിക്കുന്നു. Tax collected under CGST will be the revenue of central government. Tax collected under CGST will be the revenue of the central government. CGST പ്രകാരം ശേഖരിക്കുന്ന നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനമായിരിക്കും. CGST പ്രകാരം ശേഖരിക്കുന്ന നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനമായിരിക്കും. At present, the taxes collected by the central government are Central Excise Duty, Additional Excise Duty, Special Excise Duty, Central Sales Tax, etc. Now, all these will come under
CGST. At present, the taxes collected by the central government are central excise duty, additional excise duty, special excise duty, central sales tax, etc. Now, all these taxes will come under CGST. Central excise duty, additional excise duty, special excise duty, central sales tax മുതലായവ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിക്കുന്ന നികുതികളാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ് മുതലായവ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിക്കുന്ന നികുതികളാണ്. ഇപ്പോൾ ഇവയെല്ലാം CGSTക്ക് കീഴിൽ വരും. ഇപ്പോൾ ഇവയെല്ലാം തന്നെ CGSTക്ക് കീഴിലാണ് വരിക. ഓക്കെ, എന്താണ് CGST? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ഇത് സൂചിപ്പിക്കുന്നു. CGST പ്രകാരം ശേഖരിക്കുന്ന നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനമായിരിക്കും. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ് മുതലായവ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിച്ച നികുതികളാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ് മുതലായവ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിച്ച നികുതികളാണ്. ഇവയെല്ലാം തന്നെ ഇപ്പോൾ CGSTക്ക് കീഴിൽ വരും. SGST, it stands for State Goods and Services Tax. It stands for State Goods and Services Tax. ഇത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ സൂചിപ്പിക്കുന്നു. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ഇത് സൂചിപ്പിക്കുന്നു. സംസ്ഥാന ചരക്ക് സേവന നികുതിയെ ഇത് സൂചിപ്പിക്കുന്നു. ടാക്സ് കളക്റ്റഡ് അണ്ടർ SGST will be the income of the state government. Tax collected under SGST will be the income of the state government. SGST പ്രകാരം പിരിച്ച നികുതി സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമായിരിക്കും. SGST പ്രകാരം പിരിച്ച നികുതി സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമായിരിക്കും. When SGST is introduced, state taxes like VAT, entertainment taxes, luxury tax, entry tax, etc. will come under SGST. When SGST is introduced, state taxes like VAT, entertainment tax, luxury tax, entry tax, etc. will come under SGST. SGST അവതരിപ്പിക്കുമ്പോൾ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അതായത് വിനോദ നികുതി, ലക്ഷറി ടാക്സ് ആഡംബര നികുതി, എൻട്രി ടാക്സ് പ്രവേശന നികുതി പോലുള്ള സംസ്ഥാന നികുതികൾ SGSTക്ക് കീഴിൽ വരും. GST അവതരിപ്പിക്കുന്നതോടുകൂടി സംസ്ഥാന നികുതികളായിട്ടുള്ള വാറ്റ്, വിനോദ നികുതി, ആഡംബര നികുതി, പ്രവേശന നികുതി പോലുള്ളവ SGSTക്ക് കീഴിൽ വരും. അപ്പോൾ രണ്ട് ഘടകങ്ങൾ നമ്മൾ കണ്ടു, CGST, SGST. CGST എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതുവഴി കളക്ട് ചെയ്ത തുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനമായിരിക്കും. അതേസമയം SGST എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമാണ്. ഈ SGSTക്ക് കീഴിൽ സമാഹരിക്കുന്ന തുക അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ്. ഉദാഹരണമായി, പഞ്ചാബിലെ രമേശ് എന്ന ഇടപാടുകാരൻ പഞ്ചാബിൽ തന്നെയുള്ള സീമയ്ക്ക് 10,000 രൂപയുടെ ചരക്കുകൾ വിൽക്കുന്നു. ഇവയുടെ GST 18% 9% കേന്ദ്ര നികുതിയും അതായത് CGSTയും 9% സംസ്ഥാന നികുതി അതായത് SGSTയുമാണ്. അതായത് 900 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിനും 900 രൂപ പഞ്ചാബ് ഗവൺമെൻറ്റിനും വരുമാനമായി ലഭിക്കും. ഓക്കെ,
IGST ചരക്കുകളോ സേവനങ്ങളോ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് വിൽപ്പന നടത്തുമ്പോഴാണ് IGST ചുമത്തുന്നത്. ചരക്കുകളോ സേവനങ്ങളോ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് വിൽപ്പന നടത്തുമ്പോഴാണ് IGST ചുമത്തുന്നത്. IGST stands for Integrated Goods and Services Tax. IGST stands for Integrated Goods and Services Tax. Integrated Goods and Services Taxനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സംയുക്ത ചരക്ക് സേവന നികുതിയെയാണ് IGST സൂചിപ്പിക്കുന്നത്. Tax collected through IGST is shared by the central and state government. Tax collected through IGST is shared by the central government and state government. IGSTയിലൂടെ പിരിച്ച നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടുന്നു. IGSTയിലൂടെ കളക്ട് ചെയ്ത അല്ലെങ്കിൽ പിരിച്ച നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടുന്നു. The government fixes the rate of share. The government fixes the rate of share. ഗവൺമെൻറ് ടാക്സ് പങ്കുവയ്ക്കുവാനുള്ള നിരക്ക് നിശ്ചയിക്കുന്നു. IGST is applicable on transfer of goods from one state to another. IGST is applicable on transfer of goods from one state to another. സാധനങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് IGST ബാധകമാണ്. സാധനങ്ങൾ ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് IGST ബാധകമാണ്. ചരക്കുകളും സേവനങ്ങളോ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് വിൽപ്പന നടത്തുമ്പോഴാണ് സംയുക്ത ചരക്ക് സേവന നികുതി ചുമത്തുന്നത്. ഇവിടെ നിശ്ചിത നിരക്കിൽ ചുമത്തുന്ന നികുതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വീതിച്ചെടുക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും സംയുക്ത ചരക്ക് സേവന നികുതി അതായത് IGST ബാധകമാണ്. ഉദാഹരണമായി മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിലേക്ക് ചരക്കുകൾ വിൽപ്പന നടത്തുമ്പോൾ IGST ആണ് ചുമത്തുന്നത്. സംയുക്ത ചരക്ക് സേവന നികുതിയാണ് ചുമത്തുന്നത്. മധ്യപ്രദേശിലുള്ള രമേശ് എന്ന ഇടപാടുകാരൻ 1,00,000 രൂപയുടെ സാധനങ്ങൾ രാജസ്ഥാനിൽ ഉള്ള ആനന്ദിന് വിൽക്കുന്നു. ഇവിടെ നികുതി നിരക്ക് 18% 9% കേന്ദ്ര നികുതിയും 9% സംസ്ഥാന നികുതിയുമാണ്. ഇവിടെ ഇടപാടുകാരൻ ഈടാക്കുന്ന 18,000 രൂപ IGST കേന്ദ്ര സർക്കാരിലേക്ക് പോകും. എന്താണ് GST? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്മേലുള്ള ലക്ഷ്യസ്ഥാന നികുതിയാണ് GST. GSTയിൽ 3 പ്രധാന ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. 1 CGST, 2 SGST, 3 IGST. CGST ഇത് കേന്ദ്ര ചരക്ക് സേവന നികുതി എന്നതിനെ സൂചിപ്പിക്കുന്നു. CGST പ്രകാരം ശേഖരിക്കുന്ന നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരുമാനമായിരിക്കും. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെസ് ടാക്സ് മുതലായവ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിച്ച നികുതികളാണ്. ഇപ്പോൾ ഇവയെല്ലാം GSTക്ക് കീഴിൽ വരും. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ഇത് സൂചിപ്പിക്കുന്നു. SGST പ്രകാരം പിരിച്ച നികുതി സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമായിരിക്കും. GST അവതരിപ്പിക്കുമ്പോൾ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്,
എന്നിവ പോലുള്ള സംസ്ഥാന നികുതികൾ SGSTക്ക് കീഴിൽ വരും. IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ഇത് സൂചിപ്പിക്കുന്നു. IGSTയിലൂടെ പിരിച്ച നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടുന്നു. ടാക്സ് പങ്കുവയ്ക്കുവാനുള്ള ഓഹരി നിരക്ക് ഗവൺമെൻറ് നിശ്ചയിക്കുന്നു. സാധനങ്ങൾ ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുമ്പോഴാണ് IGST ബാധകമാകുന്നത്. GSTയുടെ സവിശേഷതകൾ. 1. GST ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ throughout the country under single administration. GST is a common law and procedure throughout the country under single administration. ഒറ്റ ഭരണത്തിൻ കീഴിൽ രാജ്യത്തുടനീളം GSTക്ക് ഒരു പൊതുവായ നിയമവും നടപടിക്രമവുമാണ്. ഒറ്റ ഭരണത്തിൻ കീഴിൽ രാജ്യത്തുടനീളം GSTക്ക് ഒരു പൊതുവായ നിയമവും നടപടിക്രമവുമാണ്. 1. ഒറ്റ ഭരണത്തിൻ കീഴിൽ രാജ്യത്തുടനീളം GSTക്ക് ഒരു പൊതുവായ നിയമവും നടപടിക്രമവുമാണ്. 2. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലെവിഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് at the time of consumption of goods and services by the end consumer. GST is a destination-based tax and levied at a single point at the time of consumption of goods and services by the end consumer. GST ഉപയോഗസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള ഒരു നികുതിയാണ്. GST ഉപയോഗസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള ഒരു നികുതിയാണ്. ഉപഭോക്താവ് സാധന സേവനങ്ങളുടെ ഉപയോഗം നടത്തുന്ന സമയത്ത് ഇത് ചുമത്തുന്നു. ഉപഭോക്താവ് സാധന സേവനങ്ങളുടെ ഉപയോഗം നടത്തുന്ന സമയത്താണ് GST ചുമത്തുന്നത്. GST ഉപയോഗസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള ഒരു നികുതിയാണ്. ഉപഭോക്താവ് സാധന സേവനങ്ങളുടെ ഉപയോഗം നടത്തുന്ന സമയത്ത് ഇത് ചുമത്തുന്നു. 3. GST ഈസ് എ കോംപ്രഹെൻസീവ് ലെവി ആൻഡ് കളക്ഷൻ ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ദ സെയിം റേറ്റ് വിത്ത് ദ ബെനഫിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർ സബ്ട്രാക്ഷൻ ഓഫ് വാല്യൂ. GST is a comprehensive levy and collection on both goods and services at the same rates with benefit of input tax credits or subtraction of value. Input tax credits അല്ലെങ്കിൽ മൂല്യം കുറയ്ക്കുന്നതിൻ്റെ ആനുകൂല്യത്തോടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും നികുതി ഒരേ നിരക്കിൽ ചുമത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സമഗ്രമായ രീതിയാണ് GST. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ മൂല്യം കുറയ്ക്കുന്നതിൻ്റെ ആനുകൂല്യത്തോടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും നികുതി ഒരേ നിരക്കിൽ ചുമത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സമഗ്രമായ രീതിയാണ് GST. 4. Minimum number of rates of tax does not exceed 2. Minimum number of rates of tax does not exceed 2. കുറഞ്ഞ നികുതി നിരക്ക് 2% കൂടാൻ പാടില്ല. കുറഞ്ഞ നികുതി നിരക്ക് 2% കൂടാൻ പാടില്ല. 5. There is no scope for levy of cess, resale tax, additional tax, turnover tax, etc. There is no scope for levy of tax, resale tax, additional tax, turnover tax, etc. നികുതി, പുനർവിൽപ്പന നികുതി, അധിക നികുതി, വിറ്റുവരവ് നികുതി എന്നിവ ചുമത്തുന്നതിന് യാതൊരു സാധ്യതയുമില്ല. നികുതി, പുനർവിൽപ്പന നികുതി, അധിക നികുതി, വിറ്റുവരവ് നികുതി എന്നിവ ചുമത്തുന്നതിന് യാതൊരു സാധ്യതയും ഇല്ല. നികുതി, പുനർവിൽപ്പന നികുതി, അധിക നികുതി,
വിറ്റുവരവ് നികുതി എന്നിവ ചുമത്തുന്നതിന് യാതൊരു സാധ്യതയും ഇല്ല. അവസാനത്തേത്, there is no multiple levy of tax on goods and services such as sales tax, entry tax, octroi, entertainment tax or luxury tax, etc. There is no multiple levy of tax on goods and services such as sales tax, entry tax, octroi, entertainment tax or luxury tax, etc. പ്രവേശന നികുതി, ഒക്ട്രോയ്, വിനോദ നികുതി അല്ലെങ്കിൽ ആഡംബര നികുതി തുടങ്ങിയ നികുതികളൊന്നും തന്നെ ചരക്കുകളിലും സേവനങ്ങളിലും ചുമത്തരുത്. പ്രവേശന നികുതി, ഒക്ട്രോയ്, വിനോദ നികുതി അല്ലെങ്കിൽ ആഡംബര നികുതി തുടങ്ങിയ നികുതികളൊന്നും തന്നെ ചരക്കുകളിലും സേവനങ്ങളിലും ചുമത്തരുത്. നിങ്ങൾ ഈ വീഡിയോ 2-3 പ്രാവശ്യം കാണുക. തുടർന്ന് ഇതിൻ്റെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. അവയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.